വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹിന്ദി എജ്യുലേണിൻ്റെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 5th സ്റ്റാൻഡേർഡിൻ്റെ വാർഷിക പരീക്ഷയ്ക്ക് ആവശ്യമായ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എല്ലാ പാഠഭാഗങ്ങളുടെയും റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുവരെ നിങ്ങൾ പഠിച്ച പാഠഭാഗങ്ങളെ ആസ്പദമാക്കി ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഗതിവിധി 1 ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് സൂചന. ഖണ്ഡ് പഠേം और प्रश्नों के उत्तर दें. അവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അത് വായിച്ച് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. നമുക്ക് പാരഗ്രാഫ് ഒന്ന് വായിച്ച് നോക്കാം. നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ചു തരും, ഈ പാരഗ്രാഫ് വായിച്ചു തരുന്നതാണ്. രാമു കാ ഘർ സുസവാ നദി के पास था. उसने रास्ते में एक बिल्ली देखी. रामू को देखकर बिल्ली उसके पास आई. वह बिल्ली को लेकर घर आया. वे दोनों दोस्त बन गए. रामू ने उसका नाम मिन्नू रखा. एक दिन मिन्नू बगीचे में अन्य बिल्लियों के साथ खेल रही थी. उसे वहाँ एक चूहा मिला. मिन्नू उसे पकड़कर घर में घुस गई. रामू की माँ को गुस्सा आया और उसे भगा दिया. അപ്പോൾ ഇവിടെ ഒരു കഥ തന്നിട്ടുണ്ട്, അതുപയോഗിച്ചുകൊണ്ടാണ് താഴെ ചോദ്യമുള്ളത്. എന്താണ് ഈ കഥയിൽ പറഞ്ഞതെന്ന് നമുക്ക് നോക്കിയാലോ. രാമു കാ ഘർ സുസവാ നദി കെ പാസ് ഥ. രാമുവിൻ്റെ വീട് സുസവാ നദിയുടെ അടുത്തായിരുന്നു. ഉസ്നെ അവൻ രാസ്തേമേം വഴിയിൽ ഏക് ബില്ലി ദേക്കി ഒരു പൂച്ചയെ കണ്ടു. രാമു കോ ദേഖ് കർ ബില്ലി ഉസ്കെ പാസ് ആയി. രാമുവിനെ കണ്ടപ്പോൾ ആ പൂച്ച അവൻ്റെ അടുത്തേക്ക് വന്നു. വഹ് ബില്ലി കോ ലേക്കർ ഘർ ആയ. അവൻ പൂച്ചയെയും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി. വേ ദോനോ ദോസ്ത് ബൻ ഗയെ. അങ്ങനെ രണ്ടുപേരും സുഹൃത്തുക്കളായി മാറി. രാമുവിനെ ഉസ്കാ നാം മിന്നു രഖ. രാമു ആ പൂച്ചയ്ക്ക് മിന്നു എന്ന പേരിട്ടു. ഏക് ദിൻ മിന്നു ബഗീചേമേം അന്യ ബില്ലിയോ കെ സാത്ത് ഖേൽ രഹി ഥി. ഒരു ദിവസം നമ്മുടെ മിന്നു പൂച്ച പൂന്തോട്ടത്തിൽ മറ്റു പൂച്ചകളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉസേ വഹാം ഏക് ചൂഹാ മില. അവിടെ നിന്നും അവനൊരു എലിയെ കിട്ടി. മിന്നു ഉസേ പകഡ്കർ ഘർ മേ ഘുസ് ഗയി. മിന്നു അതിനെയും പിടിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു. രാമു കി മാക്കോ ഗുസ്സ ആയ. രാമുവിൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വന്നു. ഔർ ഉസേ ഭഗാ ദിയ. അമ്മ പൂച്ചയെ ഓടിച്ചു വിട്ടു. ഇതാണ് കഥ. ഇനി നമ്മുടെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാമു കാ ഘർ കഹാ ഥ. രാമുവിൻ്റെ വീട് എവിടെയായിരുന്നു? അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ നിങ്ങൾ വരികളിലൂടെ നോക്കുക, അതിൽ തന്നെ ആൻസറുകൾ ഉണ്ടാകും. ഇവിടെ നമുക്കിപ്പോൾ ഒരു 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും, പാരഗ്രാഫ് നോക്കിയാലും കിട്ടും. ഗംഗാ നദി കെ പാസ്, സുസവാ നദി കെ പാസ്, യമുന നദി കെ പാസ്. ഏതാണ് ആൻസർ? ഫസ്റ്റത്തെ വരിയിൽ തന്നെ ഉണ്ട് അല്ലേ, സുസവാ നദി കെ പാസ്. സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, രാമു കോ രാസ്തേമേ കോൻ മിൽ ഗയി. രാമുവിന് വഴിയിൽ വെച്ച് ആരെയാണ് കിട്ടിയത്? ദോസ്ത്, ലഡ്കി, മോർനി, ബില്ലി. ആരെയാണ് കിട്ടിയേ? നമുക്കറിയാം, ബില്ലി. ലാസ്റ്റത്തതാണ് ഉത്തരമായി വരുന്നത്. അത് രണ്ടാമത്തെ വരിയിൽ ഉത്തരവുമുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, രാമുവിനെ ബില്ലി കാ നാം ക്യാ രഖ. രാമു ബില്ലിക്ക് എന്ത് പേരാണ് ഇട്ടത്? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഏതാണ്? മൂന്നാമത്തത്, മോട്ടു, ചിന്നു, മിന്നു, ഗോലു. ആരാണ്? മിന്നു എന്നതാണ് ഉത്തരമായി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബഗീചേമേ കോൻ മില. പൂന്തോട്ടത്തിൽ ആരെയാണ് കണ്ടുമുട്ടിയത് നമ്മുടെ പൂച്ച? ലോട്ട, നെവല, മഡ്ക, ചൂഹ. ഏതാണ്? ചൂഹ. എലിയെയാണ് കണ്ടുപിടിച്ചത്. ലാസ്റ്റത്തതാണ് ഉത്തരമായി വരുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം, രാമു കി മാക്കോ ക്യോ ഗുസ്സ ആയ. രാമുവിൻ്റെ അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് ദേഷ്യം വന്നത്? ബില്ലിനെ ദൂത് പിയ, ബില്ലി ചൂഹ പകഡ്കർ ആയി, ബില്ലിനെ മച്ഛലി ഖായി, ബില്ലിനെ ഫർഷ് ഗന്ദ കിയ. ഏതാണ് ഉത്തരം? സെക്കൻഡ് അല്ലേ, ബില്ലി ചൂഹ പകഡ്കർ ആയി. പൂച്ച എലിയെ പിടിച്ചുകൊണ്ട് വന്നപ്പോഴാണ് രാമുവിൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫൊക്കെ തന്നിട്ട് താഴെ കുറേ ക്വസ്റ്റ്യൻസ് തരും, അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളായി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഗതിവിധി 2 പ്രവർത്തനം 2, കവിത പഠിക്കർ നീച്ചെ ദിയേ ഗയേ പ്രശ്നോं के उत्तर दें. കവിത വായിച്ചിട്ട് താഴെ തന്നിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക.
पानी से ही फसलें उगती हर वन उपवन फलता पानी से ही इस वसुधा पर सबका ജീവൻ ചൽത്ത. നമ്മുടെ പാനി എന്ന് പറയുന്ന കവിതയുടെ ഭാഗം തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്, പാനി സേ ക്യാ ഉഗ്തി ഹേ, വെള്ളത്താൽ എന്താണ് ഉണ്ടാകുന്നത്? അവിടെ പറയുന്നുണ്ട് പാനി സേ ഹേ ക്യാ ഉഗ്തി ഹേ എന്ന് ചോദിക്കുമ്പോൾ ഒന്നാമത്തെ വരിയിൽ തന്നെ അതാ ആൻസർ എന്താണ്? ഫസലേം എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻസിൽ വസുധ, ഉപവൻ, ജീവൻ, ഫസലേം. ഇവിടുത്തെ ഓപ്ഷൻസിൽ വസുധ, ഉപവൻ, ജീവൻ, ഫസലേം. ആൻസർ നാലാമത്തെ ഓപ്ഷൻ ഫസലേം എന്നുള്ളതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പാനി സേ ഹി ജീവൻ ഹേ, ഇസ് ആശയ പർ ഏക് പോസ്റ്റർ തയ്യാർ കരേം. വെള്ളം, ജീവൻ എന്ന് പറയുന്നത് വെള്ളത്താൽ തന്നെയാണ് ജീവനും അല്ലേ. ഈ ആശയത്തെ ആസ്പദമാക്കിയുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഷുവറായിട്ട് നിങ്ങൾക്ക് പോസ്റ്റർ തയ്യാറാക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരും. മരം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചോ വെള്ളത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചൊക്കെയുള്ള പോസ്റ്ററുകൾ തന്നേക്കാം. അപ്പോൾ നിങ്ങൾ അവയ്ക്ക് എഴുതാൻ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പാനി സേ ഹി ജീവൻ ഹേ അല്ലേ. അതിനെക്കുറിച്ച് നമുക്ക് 1-2 പോസ്റ്ററുകൾ നോക്കാം. വെള്ളത്തിന് അനുയോജ്യമായുള്ള ഇതുപോലെയുള്ള ചിത്രങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് നമുക്കിതിലേക്ക് എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്റർ തയ്യാറാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിത്രം അവിടെ ഉണ്ടാകും, അതിലേക്ക് സെൻറ്റൻസ് എഴുതാനായിട്ടാവും ചിലപ്പോഴൊക്കെ വരിക, അങ്ങനെയും ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ജലത്തെക്കുറിച്ചുള്ള ഒരു പോസ്റ്റർ കൂടി നമുക്ക് നോക്കാം. ജൽ കി ഏക് ബൂന്തേം ഭി ബർബാദ് ന കരേ, വെള്ളത്തിൻ്റെ ഒരു തുള്ളിയെപ്പോലും നമ്മൾ പാഴാക്കരുത്. വർഷാ ജൽ സേ ധർത്തി കോ സമൃദ്ധ ബനായേ, മഴവെള്ളത്താൽ ഭൂമിയെ സമൃദ്ധമാക്കിയാലും എന്ന് പറഞ്ഞാൽ നമ്മൾ ജലത്തെ ഒരിക്കലും എന്ത് ചെയ്യണ്ട, പാഴാക്കണ്ട എന്നുള്ള സന്ദേശം നമുക്കിവിടെ കാണാം അല്ലേ. ഇങ്ങനെ ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. ജല് അമൂല്യ ഹേ, വെള്ളം അമൂല്യമാണ്. ഇങ്ങനെ കുറേ പോയിന്റുകളൊക്കെ കൊടുത്ത് നമ്മൾ പോസ്റ്റർ തയ്യാറാക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗതിവിധി 3 മൂന്നാമത്തെ പ്രവർത്തനം, ദോ സന്തരെ കഹാനിക്ക് ആധാർ പർ വാർത്താലാപ് കി പൂർത്തി കരേം. ദോ സന്തരെ എന്ന് പറയുന്ന ഒരു കഥ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനെ അടിസ്ഥാനമാക്കി കോൺവെർസേഷൻ പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ബോക്സിൽ 4 ഡയലോഗുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഡയലോഗ് ഇവിടെ ചേരുന്നതിലേക്ക് എഴുതുക. അപ്പോൾ ഏതൊക്കെയാണ് വരിക? സന്തര ഏക്, ഒന്നാമത്തെ സന്തര പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിലേതാണ്? ഭാലുവിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതിന് ശേഷമുള്ള ആ 2 സന്തരകൾ തമ്മിലുള്ള സംസാരമാണ്. അപ്പോൾ ഇതിലെ മൂന്നാമത്തെ സെൻറ്റൻസ് നമുക്ക് ആദ്യം എഴുതാം. ഭാലൂക്കെ ഹാത്തോസെ ഹം ബച്ച് ഗയേ, കരടിയുടെ കയ്യിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ രണ്ടാമത്തെ സന്തര എന്താണ് പറയുന്നത്? സന്തര ദോ ഹാ ഹാ ബച്ച് ഗയേ, ഇവിടെ ഒന്നാമത്തെ സെൻറ്റൻസ് ആണ് രണ്ടാമതായിട്ട് എഴുതേണ്ടത്. സന്തര ഏക്, അപ്പം ഒന്നാമത്തെ സന്തര പറയാണ് ദർദ് ഹുവാ ക്യാ, നിനക്ക് വേദനിച്ചോ എന്ന്. ആ രണ്ടാമത്തെ സെൻറ്റൻസ് ആണ് മൂന്നാമതായി കൊടുക്കേണ്ടത്. അപ്പോൾ സന്തര ദോ, രണ്ടാമത്തെ സന്തര പറയാ ഹാ മുझे जोर से പകടാ, അതെ ശക്തമായിട്ടാണ് ഭാലു എന്നെ പിടിച്ചത് എന്ന്. അപ്പോൾ ഇതേപോലെ തരുന്നത് ഓർഡറാക്കി നിങ്ങൾ യോജിക്കുന്നതിലേക്ക് കൊടുത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, കിത്തനെ സന്തരേഹെ ഗിൻകർ ലിഖേ. അവിടെ ഓറഞ്ചുകൾ കൊടുത്തിട്ടുണ്ട്. അതിനെ എണ്ണിയിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതാനാണ്. അപ്പോൾ 1 2 3 നിങ്ങൾ ഹിന്ദിയിൽ പഠിച്ചിട്ടുണ്ടാവണം. ഇവിടെ നമുക്ക് എണ്ണുമ്പോൾ അറിയാം 5 ആണ്. 5-ന് എന്താണ് പറയുക? 5. എത്രയാണ്? 5. നെക്സ്റ്റ് കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ. ഗതിവിധി 4 എന്താണ്? നാലാമത്തെ ആക്ടിവിറ്റിയിൽ എന്താണ്? ചിത്രം കോ പഹചാനെ അവർ ഉചിത് ശബ്ദ് ചുൻകർ ലിഖേ. ചിത്രങ്ങൾ തിരിച്ചറിഞ്ഞ് ഉചിതമായ വാക്യങ്ങൾ എടുത്തിട്ട് അവയുടെ നേരെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ നമുക്ക് ജൽമുർഗി, ബിലൗട്ട, ഭാലു, പേട്, മച്ചർ എന്ന് ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിത്രം നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ പേര് താഴെ എഴുതുക. ഫസ്റ്റത്തത് എന്താണ്? മച്ചറാണല്ലേ, കൊതുകാണ് ലാസ്റ്റിലെ ഓപ്ഷൻ. സെക്കൻഡ് ജൽമുർഗിയാണ് ഒന്നാമത്തെ ഓപ്ഷൻ. 3 പേടാണ് നാലാമത്തെ ഓപ്ഷൻ. നാലാമത്തെ ചിത്രം ബിലൗട്ട ആണ് സെക്കൻഡ് ഓപ്ഷൻ. 5-മത്തത് ഭാലുവാണ് തേർഡ് ഓപ്ഷൻ. അപ്പോൾ ഇതുപോലെ പുസ്തകത്തിലെ മുഴുവൻ ജീവജാലങ്ങൾ ചിത്രങ്ങളിലുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. നെക്സ്റ്റ് ആക്ടിവിറ്റി ഗതിവിധി 5,
ചിത്ര കെ ആധാർ പർ കഹാനി കോ ക്രമബദ്ധ് കരേം. ചിത്രത്തെ അടിസ്ഥാനമാക്കി കഥയെ ക്രമത്തിലാക്കുക എന്നുള്ളതാണ്. കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിന് അനുയോജ്യമായ സെൻറ്റൻസ് ഈ 5 ഏതാണെന്ന് നോക്കണം. ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണ്? ഒരു കരടി വരുന്നതാണല്ലേ. അപ്പോൾ മൂന്നാമത്തെ സെൻറ്റൻസ് എടുത്ത് എഴുതുക. ഭാലു ആത്താ ഹേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് തരുന്ന പിക്ചറുകൾ എന്തൊക്കെയാണോ അതിനനുസരിച്ച് സെൻറ്റൻസുകൾ അവിടെ ഉണ്ടാകും. അവ എടുത്ത് എഴുതിക്കോണം കേട്ടോ. ഇപ്പോൾ ഒരു മോഡൽ മാത്രമാണ് നമ്മൾ പറയുന്നത്. ഭാലു ആത്താ ഹേ ഒന്നാമത്തെ ചിത്രത്തിന് ചേരുന്നത്. സെക്കൻഡ് എന്താ നോക്കിക്കേ. ബാലുവിൻ്റെ കയ്യിൽ ഒരു ഓറഞ്ച് ഉണ്ട്. അപ്പോൾ ഏതാണ് അതിന് വരിക? ഏറ്റവും ലാസ്റ്റിലെ സെൻറ്റൻസ് നോക്കിയേ. ഭാലു സന്തരേക്കോ ഉഠാത്താ ഹേ. ബാലു ഓറഞ്ചിനെ ഉയർത്തുന്നു, എടുക്കുന്നു. മൂന്നാമത്തത് എന്താണെന്ന് നോക്കിയേ. മൂന്നാമത്തെ ചിത്രം. ഭാലു കി ആങ്കോ മേ സന്തരേ കാ രസ് ചലാ ജാത്താ ഹേ. ഭാലുവിൻ്റെ കണ്ണിലേക്ക് ഓറഞ്ചിൻ്റെ നീര് തെറിക്കുന്നു. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ചിത്രത്തിന് അനുയോജ്യമായിട്ടുള്ളത്. ഇനി നാലാമത്തെ ചിത്രത്തിൽ എന്താണെന്ന് നോക്കിക്കേ. അപ്പോൾ അതിന് ചേരുന്നത് എന്താണ്? ഭാലു സന്തരേക്കോ ഫേങ്ക് ദേത്താ ഹേ. ഭാലു ഓറഞ്ച് വലിച്ചെറിയുന്നു. ഒന്നാമത്തെ സെൻറ്റൻസ് ആണ് നാലാമത്തെ ചിത്രത്തിന് അനുയോജ്യം. അഞ്ചാമത്തെ ചിത്രത്തിൽ സന്തര ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലേ. അപ്പോൾ അതിന് ചേരുന്ന സെൻറ്റൻസ് ഏതാണ്? രണ്ടാമത്തത്. ദോനോ സന്തരെ ഖൂബ് ഹസ്തേ ഹൈ. 2 ഓറഞ്ചുകളും നന്നായിട്ട് ചിരിക്കുന്നു. അപ്പോൾ നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ ഒന്നാമത്തെ പാഠം മുതൽ മുഴുവൻ ചാപ്റ്ററും ഈ പരീക്ഷയിലേക്കായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോ പാഠത്തിൻ്റെയും റിവിഷൻ ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.